ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. സോ ഇന്നത്തെ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കി നോക്കാം. നമുക്ക് മാർക്കറ്റ് നോക്കിയാൽ മനസ്സിലാവും കംപ്ലീറ്റ് കൺസോൾട്ടേഷനാണ്. എങ്ങോട്ടും തീരെ മൂവ്മെൻ്റ് ഇല്ല. ഇന്ന് ടോട്ടൽ 3 ട്രേഡാണ് എടുത്തത്. 3ഉം SL ആണ്. ഒരു ട്രേഡ് 24,250 പുട്ട് ഓപ്ഷനിൽ, പിന്നെ 24,200 കോൾ ഓപ്ഷനിൽ 2 ട്രേഡും. അങ്ങനെ ടോട്ടൽ 3 ട്രേഡാണ് എടുത്തത്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഇന്ന് ട്രയൽ ചെയ്യാൻ കോസ്റ്റ് ഓഫ് ഒന്നും വെച്ചിട്ടൊന്നുമില്ല. 3ഉം SL തന്നെയായിരുന്നു. ഓരോ ട്രേഡിൻ്റെ ടൈമും ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ട്. നമ്മുടെ എൻട്രി പ്രൈസും എക്സിറ്റ് പ്രൈസും ഒക്കെ. സോ നമുക്ക് ജേണലിൽ പോയി നോക്കി നോക്കാം. സോ 9:42 ഫസ്റ്റ് എൻട്രി വന്നത്. 9:42 മീൻസ് 9:42ൻ്റെ ക്യാൻഡിൽ ഇതാണ്. ഈ ഒരു ക്യാൻഡിലാണ് ആയിരുന്നു. ഡൗൺ സൈഡിലേക്കാണ് ഫസ്റ്റ് ട്രേഡ് എടുത്തത്. ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യപ്പെടുത്തതാണ്. ഡൗൺ സൈഡിലേക്ക് നല്ലൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, ബട്ട് അത് വന്നില്ല. അത് മേലേക്ക് തന്നെ പോയി. അത് SL അടിച്ചു. അത് 9:46 SL അടിച്ചു. നെക്സ്റ്റ് ട്രേഡ് 10:04 10:04 എന്ന് പറയുമ്പോൾ 2, 3, 4 ഓക്കെ 10:04 ഈ ക്യാൻഡിലായിരുന്നു എടുത്തത്. അത് കോൾ ഓപ്ഷനിലായിരുന്നു എടുത്തത്. അത് ഈ ഒരു ക്യാൻഡിൽ എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ വന്ന് ഇവിടുന്ന് SL അടിച്ച് 10:09 ഈ ഒരു ടിപ്പിലാണ് SL അടിച്ചത്. ടിപ്പിൽ SL അടിച്ചതിന് ശേഷം ഇത്രയും മൂവ്മെൻറ്റ് പോയി. പക്ഷെ അത്ര മൂവ്മെൻറ്റ് പോയിട്ട് കാര്യമില്ല, കാരണം ഇവിടെ എല്ലാം എൻ്റെ ടാർഗറ്റ് ഡേ ഹൈ ആയിരുന്നു. സോ അത് ഇവിടുന്ന് SL അടിക്കാതെ മേലേക്ക് വന്നാലും ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യില്ല. വീണ്ടും താഴേക്ക് വരുന്ന സമയത്ത് SL അടിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ സെക്കൻഡ് ട്രേഡ് അവിടെ നിന്നായിരുന്നു. തേർഡ് ട്രേഡും കോൾ ഓപ്ഷനിലാണ്. 11:58 11:58 ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലാണ്. ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോഴാണ് ആ ഒരു ട്രേഡ് കൺസിഡർ ചെയ്തത് 11:58. സോ അവിടുന്ന് ട്രേഡ് എടുത്തു. അത് ആ ടൈമിൽ തന്നെ പെട്ടെന്ന് തന്നെ SL അടിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് ഇതിപ്പോൾ കോൾ ഓപ്ഷനിൽ എടുത്തിട്ടും കാര്യമില്ല, പുട്ട് ഓപ്ഷനിൽ എടുത്തിട്ടും കാര്യമില്ല. ഓപ്ഷൻ ബൈയിങ്ങിൽ എങ്ങോട്ട് എടുത്തിട്ടും കാര്യമില്ലാത്തൊരു മാർക്കറ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. സെല്ലേഴ്സിന് മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ, കാരണം രണ്ട് പ്രീമിയത്തിലും മൂവ്മെൻറ്റ് ഇല്ലതാ. ഇതൊക്കെ ഇത് പുട്ട് ഓപ്ഷൻ ചാർട്ടാണ്. അത് നോക്കുകയാണെങ്കിൽ ഓവറോൾ താഴേക്ക് തന്നെയാണ്, മേലേക്ക് തീരെ മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ കോൾ ഓപ്ഷൻ്റെ ചാർട്ട്, ഇതും പുട്ട് ഓപ്ഷൻ തന്നെയല്ലേ. 250 പുട്ട് ഓപ്ഷൻ, 250 കോൾ ഓപ്ഷൻ നോക്കി നോക്കാം. 200 കോൾ ഓപ്ഷൻ, 24,200 കോൾ ഓപ്ഷൻ. എന്താ കോൾ ഓപ്ഷൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ മൂവ്മെൻറ്റ് ഇല്ല, സൈഡ് വൈസ് കംപ്ലീറ്റ്ലി ഡൗൺ ആണ്. പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡൗൺ ആണ്. അപ്പോൾ അങ്ങനെ എല്ലാ പ്രീമിയം താഴേക്കായി നിൽക്കുന്ന സമയത്ത് ഓപ്ഷൻ ബൈയിൽ എടുത്തിട്ട് കാര്യമില്ല, എവിടെ നിന്ന് എടുത്തിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് നമ്മൾ 3 ട്രേഡും SL അടിച്ചിട്ടുണ്ട്. മൂവ്മെൻറ്റ് വരുന്ന ടൈമിൽ നമുക്ക് പ്രോഫിറ്റ് വരും, അതല്ലാത്ത സമയത്ത് SL കൊടുക്കേണ്ടി വരും. സോ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഇന്നലെ കംപ്ലീറ്റ് കൺസോൾട്ടേഷൻ ആണ്. ഇതിൽ എവിടെ എടുത്തിട്ടും കാര്യമില്ല. ആകെ ഈ ഒരു മൂവ്മെൻറ്റാണ് മാർക്കറ്റിൽ വന്നത്. ഇത്രയും ഇതിൽ ആകെ ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമാണ് വന്നത്. ആ ഒരു മൂവ്മെൻറ്റ് കറക്റ്റ് ക്യാച്ച് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. അതല്ലാതെ വേറെ എവിടെ ട്രേഡ് എടുത്താലും നമുക്ക് 30 പോയിൻറ്റ്സ് ഒന്നും ചിന്തിക്കേണ്ട, 1:5 ഒന്നും ചിന്തിക്കേണ്ട. ഓക്കെ, സോ കുറേ ആയിട്ട് അങ്ങനെ തന്നെയാണ് ഈ ഒരു ടൈം. ഇതൊക്കെ പിന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത്, ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ളതാണ്. ആ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടില്ല. മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് കൺസോൾട്ടേഷനാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. സോ ആ CAS മെത്തേഡ് വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഭയങ്കര കൺസോൾട്ടേഷൻ കാര്യങ്ങളൊക്കെ. പണ്ടൊക്കെ ആണെങ്കിൽ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ SL ആണെങ്കിലും കുഴപ്പമില്ല, മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 30, 50, 100 പോയിൻറ്റ്സ് ഒക്കെ പ്രീമിയത്തിൽ പോകുന്ന ടൈമൊക്കെ ഉണ്ടായിന്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ദിവസം കൺസോൾട്ടേഷൻ ആണെങ്കിൽ പിന്നെ അടുത്തൊരു ദിവസമെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ എങ്ങോട്ടായാലും കുഴപ്പമില്ല, മൂവ്മെൻറ്റ് ഉണ്ടാവും പ്രീമിയത്തിൽ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പ്രീമിയത്തിൽ തീരെ മൂവ്മെൻറ്റ് ഇല്ല. സോ അങ്ങനത്തെ ഒരു മാർക്കറ്റിൽ വലിയ റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടില്ല. സോ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇത് നമ്മളെ ചലഞ്ചിൻ്റെ ഡേ 15 ആണ്. നമ്മളെ ചലഞ്ച് പകുതി ആയിട്ടുണ്ട്. ടോട്ടൽ 30 ഡേയ്സ് ആണ്. ഇന്നിപ്പോൾ 15th ഡേ ആണ്. അതിൽ നോക്കുകയാണെങ്കിൽ ഓവറോൾ 19% ലോസിലാണ്. ഒരു 20% അടുത്ത് ലോസിലാണ്. 39,000 രൂപ ലോസിലാണ് നമ്മളിപ്പം റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ലോസാണത്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇനിയും ദിവസം ഉണ്ടല്ലോ, ഇനിയും 15 ദിവസം കൂടെ ഉണ്ടല്ലോ, പകുതി ആയിട്ടല്ലേ ഉള്ളൂ. സോ ഇന്നത്തെ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ക്യാപിറ്റൽ 1,56,000 ആണ് ഇപ്പം ആയിരിക്കുന്നത്. നമ്മൾ 2 lakh വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഓൾമോസ്റ്റ് 50,000-ൻ്റെ അടുത്ത് ലോസ് വന്നിട്ടുണ്ട്.
അത് ഈ ലോസിൽ കുറച്ചും കൂടെ കൂടും. ഇത് ടാക്സ് കൂട്ടാത്ത ലോസാണ്. ഓൾമോസ്റ്റ് 40,000 ഉള്ളത്, 40,000 എന്ന് പറഞ്ഞത്. സോ ഇത് ടാക്സും കൂടെ കൂട്ടുന്ന സമയത്ത് ഇത്ര ആയിരിക്കും ലോസ് ഉണ്ടാവില്ല. എത്ര ലോസ് അല്ല, ഇതിൻ്റെ ബാലൻസ് ആയിരിക്കും 2 lakh മൈനസ് ഈ എമൗണ്ട് ആയിരിക്കും ലോസ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ കുറേ ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വരുന്നു ലോസ്, അങ്ങനെയാണ് കുറേ ദിവസങ്ങളായിട്ട്. കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇനിയും ടൈമും ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നാളെ ഇല്ല, ഇനി മൺഡേ കാണാം. ഓക്കെ, ബൈ.